ഓക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ റോമാലേഖനത്തിന്റെ പഠനം ഇന്ന് തൊട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പലരും പല ടൈം സോൺസിൽ നിന്നാണ്. എനിക്കറിയാം ചിലയിടത്ത് വളരെ രാത്രിയാണെങ്കിലും എല്ലായിടത്തും ഏകദേശം ഒരേ സമയത്ത് എത്തുന്ന പോലെയാണ് ഈ ഒരു ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് ശനിയാഴ്ചകളിലാണ് ഇവിടെ എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആവാനായിട്ട് കഴിയുകയും ചെയ്യുന്നത്. ആദ്യമേ ഞാൻ ഇത് എടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ. ഇപ്പം ഞാൻ ഈ മെസ്സേജ് കേൾക്കുന്ന മിക്കവരും അല്ല എല്ലാവരും തന്നെ റോമാലേഖനം പൂർണ്ണമായിട്ട് വായിച്ചിട്ടുള്ളവരും റോമാലേഖനത്തിനെ പറ്റി പലർക്കും വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളുള്ളതുമായിരിക്കും. എന്നേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് ഈ ലേഖനം വായിച്ചിട്ടുള്ളവരും അത് മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കും ഇവിടെ വന്നിരിക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന മിക്കവരും. അപ്പോൾ ഞാൻ ഈ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളവരിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. നിങ്ങളുടെ ചില വാക്യങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് കേട്ടിട്ടുള്ള ചില ബോധ്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമുള്ളതായിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ തിരുവചനത്തിൽ തന്നെ വീണ്ടും പോയി പരിശോധിക്കുക. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെയാണ് എങ്കിൽ മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ വീണ്ടും അത് പരിശോധിക്കുക. പിന്നീട് നമുക്ക് ഈ വിഷയങ്ങൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യവും നമ്മൾ ആരെങ്കിലും പറയുന്നത് കൊണ്ട് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ആരെങ്കിലും പറയുന്നതുകൊണ്ട് അത് നമ്മുടെ ബോധ്യത്തിന് എതിരായതുകൊണ്ട് കണ്ണടച്ച് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഒരു തെറ്റായിട്ടുള്ള രണ്ട് ആറ്റിറ്റ്യൂഡാണ്. ഒന്ന്, നമ്മളുടെ ബോധ്യത്തിന് എതിരാണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്തിട്ട് അതിനോട് ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. രണ്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രീച്ചർ ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവവചനത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കാതെ അത് ഏറ്റെടുക്കുക എന്നുള്ളത്. രണ്ടും രണ്ട് എക്സ്ട്രീം സ്റ്റാൻഡാണ്. നേരെ തിരുവചനത്തിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും അത് തിരുവചനത്തിൽ നിന്ന് തന്നെ പരിശോധിച്ച് നോക്കുക. ശരിയാണെങ്കിൽ മാത്രം എടുക്കുക. ഞാനിത് ഈ മുമ്പോട്ടുള്ള സ്റ്റഡിയിൽ ഒരു പ്രധാനമായിട്ട് നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുകയും ശരിയാണെങ്കിൽ മാത്രം അത് സ്വീകരിക്കുകയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം. എല്ലാ വാക്യങ്ങളുടെയും വിശദീകരണങ്ങൾ നിങ്ങളോട് യോജിക്കണമെന്നില്ല. അതിന്റെ കോറായിട്ടുള്ള ടീച്ചിങ്ങുകൾ മാത്രം യോജിക്കേണ്ട ആവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഈ റോമാലേഖനം അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമില്ല. പുതിയ നിയമത്തിലെ ഏറ്റവും ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് റോമാലേഖനം. മാത്രമല്ല ഏറ്റവും അധികം ദൈവശാസ്ത്രജ്ഞരെ അല്ലെങ്കിൽ തിയോളജിയൻസിനെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് റോമാലേഖനം. വ്യത്യസ്തമായിട്ടുള്ള പല എക്സ്ട്രീംസിലുള്ള ടീച്ചിങ്ങുകളും റോമാലേഖനത്തിലെ ഉപദേശത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. നവീകരണത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച്, അല്ലെങ്കിൽ നവീകരണത്തിന്റെ കുന്തമനയായ മാർട്ടിൻ ലൂതറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം റോമാലേഖനമാണ്. അതിലെ വിശ്വാസത്താലുള്ള നീതീകരണമാണ് അദ്ദേഹത്തിന്റെ ആ ടീച്ചിങ്ങിന്റെ അടിസ്ഥാനം. അതുപോലെ മാർട്ടിൻ ലൂതറിന് മുമ്പുണ്ടായിരുന്ന അനേക ദൈവശാസ്ത്രജ്ഞന്മാരെ, ഹിപ്പോയിലെ ബിഷപ്പായിരുന്ന അഗസ്റ്റിൻ എന്ന് പറയുന്നത് കാത്തലിക് തിയോളജിയുടെയും ഇപ്പോഴുള്ള ചില റിഫോംഡ് ടീച്ചിങ്ങിന്റെ ഒക്കെ ഒരു ഹെഡ് എന്ന് പറയുന്നത് അഗസ്റ്റിനാണ്. അഗസ്റ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് റോമാലേഖനത്തിലെ ഉപദേശങ്ങളാണ്. അഗസ്റ്റിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് റോമാലേഖനമാണെന്ന് പറയാം. അത് അങ്ങനെ അനേക വ്യക്തികൾ, ജോൺ വെസ്ലിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഈ പുസ്തകമാണ്. അതുപോലെയുള്ള ജോൺ കാൽവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഈ പുസ്തകമാണ്. അങ്ങനെ വളരെ തിയോളജിക്കലായിട്ടുള്ള ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു പുസ്തകമാണ് റോമാലേഖനം. പക്ഷെ ഇതിൽ നിന്ന് പലരും പല നിലകളിൽ അത് അവരുടെ ഉപദേശത്തെ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മളിത് മുമ്പോട്ട് പഠിക്കുമ്പോൾ വളരെ ഒരു തുറന്ന മനസ്സോടുകൂടി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഉപദേശ രൂപത്തിന്റെ ചട്ടക്കൂട്ടിൽ നിൽക്കാതെ പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യുന്ന രീതിയിൽ ദൈവവചനം പരിശോധിക്കാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ പരിശോധിക്കണമെന്ന് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. ബൈബിളിലെ ഒരു കൽപ്പനയാണ്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുന്നു. ആര് പറഞ്ഞു കഴിഞ്ഞാലും, എവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലും. അന്നേരം ആ ഒരു രീതിയിൽ നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളത് ആവശ്യപ്പെടുകയാണ്. ഞാനിത് റോമാലേഖനത്തിന്റെ സ്റ്റഡി തുടങ്ങാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഇത് എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചു. ഇത് രണ്ട് രീതിയിൽ ഇതിനെപ്പറ്റി നമുക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. ഒന്നുകിൽ ഇതിന്റെ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങാം, അതുകൊണ്ട് വിശദീകരിക്കാം. ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കോണ്ടെക്സ്റ്റും അതിന്റെ എഴുതിയതിനുള്ള കാരണവും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പഠിക്കാനായിട്ട് കഴിയും. കാരണം ഞാനിത് ആദ്യമായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ കോണ്ടെക്സ്റ്റും റോമാലേഖനം എഴുതാനുള്ള കാരണവും
അതിൽ കൂടി പൗലോസ് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും എന്താണെന്നുള്ളത് വിശദീകരിച്ചതിന് ശേഷം ഇന്ന് അതിന് സമയമില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ അതിന്റെ സബ്ജക്റ്റിലേക്ക്, റോമാലേഖനത്തിന്റെ പൗലോസ് പറയുന്ന ആ കോറായിട്ടുള്ള സബ്ജക്റ്റിലേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ ഇതിന്റെ കോണ്ടെക്സ്റ്റും അതിന്റെ കാരണവും, അത് ആരെഴുതി, എപ്പോൾ എഴുതി, എങ്ങനെ എഴുതി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പൗലോസാണ് റോമാലേഖനം എഴുതിയത്. ഇത് ഏകദേശം AD 56-57 സമയങ്ങളിലാണ് പൗലോസ് ഇത് എഴുതുന്നത്. പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏകദേശം ഒരു 20 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് റോമാലേഖനം പൗലോസ് എഴുതുന്നത്. അപ്പോഴേക്കും പൗലോസിന്റെ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരുന്നു. ആ ഒരു 20 വർഷത്തിന് ശേഷം എഴുതുന്ന ഒരു ലേഖനമാണിത്. ഇത് കൊരിന്ത്യയിൽ നിന്നാണ് പൗലോസ് ഇത് എഴുതുന്നത്. കൊരിന്ത്യയിൽ നിന്ന് എഴുതി ഫേബ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് റോമയിലെ സഭയിലേക്ക് അയക്കുകയായിരുന്നു. ഇതിന്റെ എപ്പോൾ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്രയുമായിട്ട് ആ സമയത്താണ് പൗലോസ് ഇത് എഴുതുന്നത്. നമുക്കറിയാം, ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ പൗലോസിന്റെ മിഷണറി യാത്ര പ്രധാനമായിട്ടും 3ആയിട്ടാണ് തിരിക്കുന്നത്. പൗലോസിന്റെ ഹോം ചർച്ച് എന്ന് പറയുന്നത് അന്ത്യോക്യയിലെ സഭയായിരുന്നു. അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് പൗലോസിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവ് ദൈവവേലയ്ക്ക് വേർതിരിക്കുകയും അവർ അന്ത്യോക്യയിൽ നിന്നാണ് എപ്പോഴും സുവിശേഷ വേലയ്ക്ക് പുറപ്പെടുകയും സഭകൾ സ്ഥാപിക്കുകയും തിരിച്ച് ഇവർ അന്ത്യോക്യയിൽ തന്നെ അവരുടെ മാതൃസഭയിൽ വരികയും അവിടെ ശുശ്രൂഷിക്കുകയും വീണ്ടും അവിടെ നിന്ന് സുവിശേഷ വേലയ്ക്ക് പുറപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ ഏകദേശം 3 പ്രധാനപ്പെട്ട മിഷണറി ജേർണി പൗലോസിന്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൽ 3ാമത്തെ മിഷണറി ജേർണിയുടെ സമയത്താണ് പൗലോസ് എഴുതുന്നത്. പൗലോസ് ഇത് എഴുതുമ്പോഴേക്കും പൗലോസ് ഒട്ടുമിക്ക സ്ഥലങ്ങളും കവർ ചെയ്തിരുന്നു. അതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് റോമാലേഖനം 15-ന്റെ 19 വായിക്കുമ്പോൾ പൗലോസ് അത് എഴുതുന്നുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് വായിക്കാം. റോമാലേഖനം അതിന്റെ 15-ന്റെ 19 വാക്യങ്ങൾ വരുമ്പോൾ, അങ്ങനെ ഞാൻ ജെറുസലേം മുതൽ ഇല്യൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷകാരണം പൂരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകൊണ്ടും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉള്ളത് കൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് പോകുമ്പോൾ വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ഇച്ഛിക്കുന്നു. ഇപ്പോഴും ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. യെരുശലേമിലേക്കുള്ള പോക്കും അവിടെ നിന്ന് സ്പെയിൻ വഴി റോം സന്ദർശിക്കുകയായിരുന്നു. റോമിൽ നിന്ന് വീണ്ടും സുവിശേഷ വേല തുടരുക എന്നുള്ളതുമായിരുന്നു പൗലോസിന്റെ ഉദ്ദേശം. എന്നാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പൗലോസിന്റെ സുവിശേഷ ഘോഷണം ഇല്ലെങ്കിൽ ആ യാത്ര റോമിൽ വെച്ചിട്ട് അവസാനിക്കുക. പൗലോസ് അന്ത്യോക്യയിൽ നിന്ന് യാത്ര തിരിക്കുന്നു, ജെറുസലേമിൽ ചെല്ലുന്നു, ജെറുസലേമിൽ വെച്ച് പിടിക്കപ്പെടുന്നു. പിന്നീട് പൗലോസിന് ഒരു പട്ടാള അകമ്പടിയോടുകൂടി പൗലോസിനെ ദൈവം റോമിലെത്തിക്കുകയാണ്. പൗലോസ് ഉദ്ദേശിച്ച രീതിയിലല്ല എത്തുന്നത്. എങ്ങനെയായാലും പൗലോസ് റോമിൽ അങ്ങനെ എത്തുകയും റോമിൽ തടവുകാരനായിട്ട് പൗലോസ് ഏകദേശം 2 വർഷത്തിൽ കൂടുതൽ അവിടെ താമസിക്കുകയും അവിടെ വീട്ടുതടങ്കലായിരുന്നു. അവിടെ വെച്ച് തന്നെ പൗലോസ് അവരെ പഠിപ്പിക്കുകയും ദൈവവേലം ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് പൗലോസ് റോമിലേക്ക് എത്തുന്നത്. അങ്ങനെ റോമിൽ തടവിലായിരിക്കുന്ന സമയത്താണ് പൗലോസിന്റെ മിക്ക ലേഖനങ്ങളും, സഭകൾക്കുള്ള ലേഖനങ്ങളും, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പല ലേഖനങ്ങളും എഴുതുന്നു. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം, ഫിലോമോനുള്ള പേഴ്സണൽ ലെറ്റർ, ഇതെല്ലാം പൗലോസ് എഴുതുന്നത് റോമിൽ തടവിലായിരിക്കുമ്പോഴാണ്. അന്നേരം റോമിൽ തടവിലായതുകൊണ്ട് പൗലോസിന് ലേഖനങ്ങൾ സഭകൾക്ക് എഴുതി അയക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ റോമിലേക്കുള്ള പൗലോസിന്റെ ലേഖനം പൗലോസ് എഴുതുന്നത് കൊരിന്തിൽ വെച്ചിട്ടാണ്. അന്നേരം പൗലോസ് എന്തുകൊണ്ട് ഇത്ര വലിയ ഒരു ലെറ്റർ എഴുതി പൗലോസ് ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയിൽ അവിടെ ചെല്ലുന്നതിന് മുമ്പേ എഴുതി എന്നുള്ളത്, അത് ഇതിന്റെ ഒരു നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ അതിന്റെ കാരണം നമുക്ക് കൂടുതൽ വ്യക്തമാക്കാം. അത് ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. ഇനി തിരിച്ച് നമുക്ക് ഈ റോമിലെ സഭ എങ്ങനെയാണ് ആരംഭിച്ചത്, റോമിലെ സഭ ആരാണ് തുടങ്ങിയത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനെപ്പറ്റി ദൈവശാസ്ത്രപരമായിട്ട് പലതരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. എന്നാൽ ശരിക്കും റോമിലെ സഭ ആര് തുടങ്ങിയെന്നുള്ളത് വ്യക്തമല്ല. കാത്തലിക് തിയോളജി അനുസരിച്ചിട്ട് പത്രോസാണ് റോമിലെ സഭ തുടങ്ങിയെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ അതിന് എവിഡൻസുകളില്ല, ഹിസ്റ്റോറിക് എവിഡൻസും ഇല്ല, തിയോളജിക്കൽ എവിഡൻസും ഇല്ല. മാത്രമല്ല പൗലോസ് ഈ ലെറ്റർ എഴുതുമ്പോൾ അവിടെയുള്ള അനേക ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പലരെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ പത്രോസിനെ പറ്റി ഒരു വാക്കുപോലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പത്രോസ് ആ സഭ തുടങ്ങി എന്നുള്ളതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ളതോ തിയോളജിക്കലായിട്ടുള്ളതോ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ശരിയല്ല എന്നാണ് മിക്കവരും വിശ്വസിക്കുന്നത്.
പത്രോസ് റോമിൽ വെച്ചിട്ടാണ് മരിച്ചത് എന്നുള്ളത് ഹിസ്റ്ററി പറയുന്നുണ്ട്. പത്രോസ് അവിടെ വെച്ചിട്ടാണ്, റോമിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. പൗലോസും റോമിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. പക്ഷെ പത്രോസ് അല്ല റോമിലെ സഭ സ്ഥാപിക്കപ്പെടുന്നത്. അന്നേരം എങ്ങനെയാണ് റോമിലെ സഭ സ്ഥാപിക്കപ്പെട്ടത്, ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ അവിടെ വന്നു കൂടിയവരിൽ റോമിൽ നിന്നുള്ള യഹൂദരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ആ പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ സുവിശേഷ പ്രസംഗം കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട വിശ്വാസികൾ തിരിച്ചു റോമിൽ ചെന്നിട്ട് അവിടെ അവരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് റോമയിലെ സഭ എന്നുള്ളതാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നതും ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള കാര്യവും. അന്നേരം ഈ റോമിലെ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരോ ഡയറക്റ്റ് സ്ഥാപിച്ചിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സഭയാണ് റോമിലെ സഭ. അല്ലെങ്കിൽ വിശ്വാസികൾ മാത്രം കൂടി ഒരു അപ്പോസ്തലനാൽ ഡയറക്റ്റ് സ്ഥാപിക്കപ്പെടാത്ത ഒരു വിശ്വാസികളുടെ കൂട്ടമായിട്ടുള്ള സഭയാണ് റോമിലെ സഭ. പൗലോസ് ഈ റോമിലെ സഭ എഴുതുമ്പോഴേക്കും ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 20 വർഷത്തോളം കഴിഞ്ഞ ഒരു വളരെ വളരെ നല്ല ഒരു സഭയാണ് റോമിലെ സഭ. എന്നാൽ ഈ റോമിലെ സഭ ഞാൻ ഈ ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അത് മനസ്സിലായെങ്കിലേ പൗലോസ് ഈ പറയുന്ന കാര്യങ്ങളുടെ വ്യക്തത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഇതൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. റോമിലെ സഭ ഒരു 4 സ്റ്റേജുകളിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പൗലോസ് ഇത് എഴുതുന്നത് AD 56-57 സമയങ്ങളിലാണ്. ആ സമയത്താണ് പൗലോസ് കൊരിന്ത്യയിൽ നിന്ന് ലെറ്റർ എഴുതുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടൊക്കെയാണ്. പൗലോസ് എഴുതിയെന്ന് പറയുമ്പോൾ തന്നെ പൗലോസ് അല്ല ഈ റോമാലേഖനം എഴുതിയത്. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയമായിട്ട് തോന്നിയേക്കാം. പൗലോസ് വേറൊരാളെ കൊണ്ട് എഴുതിക്കുകയായിരുന്നു. റോമാലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് പറയുന്നുണ്ട്. പൗലോസിന്റെ എഴുത്തുകാരനായിട്ടുള്ള തെർത്തിയോസ് ആണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ എനിവേ ഞാൻ തിരിച്ചു വരട്ടെ. എങ്ങനെയാണ് റോമിലെ സഭ സ്ഥാപിക്കപ്പെട്ടത്, അതുപോലെ തന്നെ റോമിലെ സഭ ഒരു 4 സ്റ്റേജുകളിൽ കൂടി കടന്നുപോയി എന്ന് നമ്മൾ ചരിത്രം വായിച്ചു കഴിഞ്ഞാലും ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെന്തക്കോസ്ത് നാളിലുള്ള യഹൂദ വിശ്വാസികളായിരുന്നു, യഹൂദന്മാരായിട്ടുള്ള ക്രിസ്ത്യൻസ് ആയിരുന്നു റോമിൽ പോയിട്ട് സഭ സ്ഥാപിച്ചത്. ആദ്യ നൂറ്റാണ്ടുകളിൽ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ സഭകളെല്ലാം തന്നെ യഹൂദന്മാർ മാത്രമുള്ള സഭകളായിരുന്നു. ആദ്യത്തെ 3000 പേര് യഹൂദന്മാരുടെ സഭയായിരുന്നു. അപ്പോസ്തലന്മാർ യഹൂദന്മാരായിരുന്നു. അന്നേരം യഹൂദന്മാർ മാത്രമുള്ള ഒരു സഭയായിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ റോമാ സഭ. റോമിൽ പോയിട്ട് യഹൂദന്മാരായിട്ടുള്ള വിശ്വാസികൾ മാത്രം കൂടുന്നൊരു സഭയായിരുന്നു. അന്നേരം ഇതാണ് റോമയിലെ സഭയുടെ ആദ്യത്തെ സ്റ്റേജ്. എന്നാൽ നമുക്കറിയാവുന്ന പോലെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ സഭയിലേക്ക് ജാതികൾ വന്നു കൂടുന്നുണ്ട്. എല്ലാ യഹൂദന്മാരുടെ ചർച്ചിലും പിന്നീട് ജാതികൾ വന്നു ചേരുകയും അങ്ങനെ ജാതികളും യഹൂദന്മാരും മിക്സഡായിട്ടുള്ള ഒരു ചർച്ചായിട്ട് ഈ റോമയിലെ ചർച്ച് മാറുന്നുണ്ട്. ഇതാണ് ഇതിന്റെ 2-ാമത്തെ സ്റ്റേജ്. ഇതിന്റെ 4 സ്റ്റേജുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. 2-ാമത്തെ സ്റ്റേജിൽ യഹൂദന്മാരും ജാതികളും ചേർന്ന ഒരു മിക്സഡ് സഭയായിട്ട് റോമ സഭ മാറി. അന്നേരം ആദ്യത്തെ സ്റ്റേജിൽ യഹൂദന്മാർ മാത്രമുള്ള സഭ, ജൂയിഷ് ക്രിസ്ത്യനായിട്ടുള്ള ചർച്ച്. 2-ാമത് ജൂയിഷ് ക്രിസ്ത്യൻസും ജെന്റൈൽസും ചേർന്നൊരു ചർച്ച്. എന്നാൽ 3-ാമത്തെ സ്റ്റേജ് ഒരു ക്രൂഷ്യൽ സ്റ്റേജ് ആയിരുന്നു. നമുക്കത് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തന്നെ വായിക്കാനായിട്ട് കഴിയും. റോമിൽ അന്ന് റൂൾ ചെയ്തിരുന്നത് ക്ലൗഡിയസ് എന്ന് പറഞ്ഞിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. അന്നേരം അദ്ദേഹം AD 41 മുതൽ 54 വരെ റോം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ഒരു വെർഡിക്റ്റ് പ്രഖ്യാപിക്കുകയാണ്, എല്ലാ യഹൂദന്മാരും റോമിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ള ഒരു വെർഡിക്റ്റ് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ആക്ട്സ് ചാപ്റ്റർ 18:2. അവിടെ പൗലോസ് അഥേനെ വിട്ട് കൊരിന്തിൽ ചെല്ലുന്നു. അതപ്പോൾ യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗഡിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്നും ആ ഇടയ്ക്ക് വന്നവരായി പെന്തക്കോസ്തുകാരൻ അക്വിലോസ് എന്ന പേരുള്ള യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അന്നേരം ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. 3-ാമത്തെ ഒരു സ്റ്റേജിൽ എല്ലാ യഹൂദന്മാരെയും റോമിൽ നിന്നും ക്ലൗഡിയോസ് എക്സ്പെൽ ചെയ്യുമ്പോൾ അങ്ങനെ ആ റോമ സഭയിലുള്ള യഹൂദന്മാരെല്ലാവരും അവിടെ നിന്ന് റോം വിട്ടു പോരേണ്ടി വന്നു. അപ്പോൾ സഭ സ്ഥാപിച്ച എൽഡേഴ്സ് അടക്കം ഉള്ള യഹൂദന്മാരെ എല്ലാവരും ആ സഭയിൽ നിന്ന് പോയി. അങ്ങനെ 3-ാമത്തെ സ്റ്റേജ് വരുമ്പോഴേക്കും യഹൂദന്മാർ മാറ്റപ്പെട്ടിട്ട് അത് ജാതികൾ മാത്രമുള്ള ഒരു സഭയായി തീരുകയാണ്. ആദ്യത്തെ സ്റ്റേജിൽ യഹൂദന്മാർ മാത്രമാണെങ്കിൽ 2-ാമത്തെ സ്റ്റേജിൽ യഹൂദന്മാർ ജാതികളും, 3-ാമത്തെ സ്റ്റേജിൽ ജാതികൾ മാത്രമാകും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം
ഈ ക്ലൗഡിയസ്, ഇത് ചരിത്രത്തിലുള്ള കാര്യമാണ്, ബൈബിളിലുള്ള കാര്യമല്ല, ക്ലൗഡിയസിന്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള അഗ്രിപ്പിന എന്ന സ്ത്രീ, ആ സ്ത്രീക്ക് ക്ലൗഡിയസ് ആ സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ തന്നെ നീറോ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. ക്ലൗഡിയസിന്റെ മകനല്ല നീറോ, അഗ്രിപ്പനയുടെ മകനാണ് നീറോ. അന്നേരം ക്ലൗഡിയസിന്റെ ഒഫീഷ്യലായിട്ടുള്ള മകൻ രാജ്യസ്ഥാനത്ത് വരും എന്നുള്ള ഭയത്തിൽ അഗ്രിപ്പിന ഈ ക്ലൗഡിയസിനെ വിഷം കൊടുത്ത് കൊല്ലുകയാണ്. അത് മഷ്റൂമിൽ അല്ലെ കൂണിൽ വിഷം കൊടുത്ത് കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ കൂണിൽ വിഷം കൊടുത്ത് ക്ലൗഡിയസിനെ കൊല്ലുകയും നീറോ, അഗ്രിപ്പിനയുടെ മകനായിട്ടുള്ള നീറോ അധികാരത്തിൽ വരികയും ചെയ്യുക. അങ്ങനെ നാലാമത്തെ സ്റ്റേജിൽ അന്നേരം ക്ലൗഡിയസ് AD കറക്റ്റ് ഡേറ്റ് 13 ഒക്ടോബർ AD 54 ക്ലൗഡിയസ് മരിക്കുന്നത്, അഗ്രിപ്പനയുടെ വിഷം കഴിച്ചിട്ട്. AD 55 വരുമ്പോഴേക്കും നീറോ ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വരികയല്ല, നീറോ റോമ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നു. അപ്പോൾ നീറോ ഒരു വെർഡിക്റ്റ് പ്രഖ്യാപിക്കുകയാണ്, ഈ പോയ യഹൂദന്മാരെല്ലാവരും റോമിലേക്ക് തിരിച്ചു വരാനായിട്ട് അനുവാദം കൊടുക്കുകയാണ്. നേരെ നീറോയുടെ ആദ്യത്തെ വർഷങ്ങൾ നല്ല ഭരണമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അന്നേരം റോമിലേക്ക് യഹൂദന്മാരെ എല്ലാം തിരിച്ചു വരുത്തുകയും അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ റോമിൽ നിന്ന് എക്സ്പെൽഡ് ആയിട്ടുള്ള യഹൂദ വിശ്വാസികളും തിരിച്ച് റോമാ സഭയിലേക്ക് വരികയാണ്. ഇതാണ് നാലാമത്തെ സ്റ്റേജ്. ഈ നാലാമത്തെ സ്റ്റേജിൽ എത്തുന്ന ആ സമയത്താണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നത്. അന്നേരം ഈ 4 സ്റ്റേജുകളിൽ വരുത്തുന്ന നാലാമത്തെ സ്റ്റേജിൽ വയ്ക്കുമ്പോഴേക്കും ഇവർ വീണ്ടും യഹൂദന്മാരും ജാതികളും ചേർന്നുള്ള സഭയായി മാറും. എന്നാൽ അവിടെ വരുമ്പോൾ അവിടെ എല്ലാ സഭകളിലും എന്നതുപോലെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലും പുതിയ നിയമത്തിലൊക്കെ കാണുന്ന ഒരു പ്രധാന വിഷയം റോമാ സഭയിൽ ഉളവാകുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതികൾക്കും യഹൂദന്മാർക്കും അന്യോന്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില തിയോളജിക്കൽ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആ സഭയിൽ ഉണ്ടാവുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നും ഇന്നും തുടരുന്നതാണ്. യഹൂദന്മാരുടെ ചിന്ത എന്ന് പറയുന്നത് ഇന്നും യഹൂദന്മാരുടെ ചിന്ത, ഈവൻ ജൂയിഷ് ആയിട്ടുള്ള ക്രിസ്ത്യൻസിന്റെ അടുത്ത് ചിലർക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഞാനത് കേട്ടിട്ടുണ്ട്. അവരുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവം യഹൂദന്മാരെ മാത്രമേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ആ ഒരു ഉടമ്പടിയിലേക്ക് ദൈവത്തിന് വേറെ ആരെയും ചേർക്കാനായിട്ട് കഴിയത്തില്ല. പഴയ നിയമം മാത്രമല്ല, പുതിയ ഉടമ്പടിയും ദൈവം യഹൂദന്മാരത്താണ് ചെയ്തത്. അത് ശരിയുമാണ്. ദൈവം ഇസ്രായേൽ മക്കളുടെ അടുത്താണ് ആ പുതിയ ഉടമ്പടി ചെയ്യുന്നത്. നമ്മള് യിരെമ്യാവിന്റെ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഞാൻ ഇസ്രായേലിനോടും യഹൂദയോടും ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ ഉടമ്പടിയിൽ യഹൂദന്മാർക്ക് മാത്രമേ വരാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം ക്രിസ്തുവിലുള്ള വിശ്വാസാലുള്ള പുതിയ ഉടമ്പടിയിലേക്കും വരാനായിട്ട് കഴിയുന്നത് യഹൂദന്മാർക്ക് മാത്രമാണ്. അന്നേരം ജാതികളെ ഇവരുടെ കൂട്ടത്തിൽ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ കഴിയുന്നതല്ല. അന്നേരം ഇത് അപ്പോസ്തലന്മാരുടെ തന്നെ ഒരു ബോധ്യമായിരുന്നു, തെറ്റായിട്ടുള്ള ബോധ്യമായിരുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ അതറിയാനായിട്ട് കഴിയും. ഫസ്റ്റ് ജെറുസലേം കൗൺസിൽ തന്നെ ഈ ഒരു വിഷയം അഡ്രസ് ചെയ്യാനായിട്ട് പോയതാണ്. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് പത്രോസിന്റെ അടുത്ത് എതിർത്ത് നിൽക്കുന്നതും ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ്. അന്നേരം യഹൂദന്മാർക്ക് ജാതികളെ ദൈവസഭയുടെ ഭാഗമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇതൊരു വിഷയം. എന്നാൽ ജാതികൾക്ക് വേറൊരു വിഷയമുണ്ട്. ജാതികളുടെ ചിന്ത എന്ന് പറയുന്നത് യഹൂദന്മാരെ ദൈവം തള്ളിക്കളഞ്ഞിട്ടാണ് ദൈവം ജാതികളെ തെരഞ്ഞെടുത്തത്. അത് ഇന്നും പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന കാര്യമാണ്. ഇന്നും ആ ഒരു തിയോളജി കാലങ്ങളോളം പടർന്ന് വന്നിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈവൻ പല ചർച്ച് ഫാദേഴ്സും അത് വിശ്വസിച്ചിരുന്നു. ഈവൻ മാർട്ടിൻ ലൂതർ വരെ അത് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീപ്ലേസ്മെന്റ് തിയോളജി എന്നാണ് അതിന് പറയുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. യഹൂദ ജാതിയെ മൊത്തത്തിൽ ദൈവം തള്ളിക്കളഞ്ഞിട്ട് അതിന് പകരമായി സഭയെ റീപ്ലേസ് ചെയ്തു. അന്നേരം ഇന്ന് സഭയാണ് യഥാർത്ഥ ഇസ്രായേൽ. അല്ലാത്ത ഇസ്രായേലുമായിട്ടുള്ള ദൈവത്തിന്റെ പരിപാടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. ഇനി അവരുമായിട്ട് ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല. അവരെ ദൈവം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ജാതികൾ വിശ്വസിക്കുന്നത്. ഇത് രണ്ടും തെറ്റാണ് എന്നുള്ളതാണ് പൗലോസ് ഇതിൽ കൂടി പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രധാന കാരണം. ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം അഡ്രസ് ചെയ്യുന്നത്. ഇതിന്റെ തിയോളജിക്കൽ വിഷയത്തിലേക്ക് ഞാൻ വരാം, അതിന്റെ സബ്ജക്റ്റിലേക്ക്. എന്നാൽ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ അഡ്രസ് ചെയ്യുക എന്നുള്ളത് പൗലോസിന്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. പൗലോസ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ഒരു തീർപ്പ് ഇവരുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ദൈവം എന്താണ് യഹൂദനെയും ജാതിയെയും കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവിക പദ്ധതിയിൽ ഇവരെങ്ങനെയാണ് ഒരുമിച്ച് ഒരു ശരീരമായി പണിയപ്പെടുന്നത് എന്നുള്ളത് ഇവരെ മനസ്സിലാക്കിക്കാനായിട്ടാണ് പൗലോസ് ഈ എഴുത്തെഴുതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ റോമാലേഖനം ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് എല്ലാ അധ്യായങ്ങൾ കൂടിയും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. എല്ലാ അധ്യായങ്ങളും ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പൗലോസ് ഈ ലെറ്റർ എഴുതിയ അധ്യായം തിരിച്ചൊന്നുമല്ല. ഒരു ലെറ്റർ എഴുതുമ്പോൾ ആരും അധ്യായം തിരിച്ച് ലെറ്റർ എഴുതാറില്ല. ഒരു ലെറ്റർ കണ്ടിന്യൂസ് ആയിട്ടാണ് എഴുതുന്നത്. പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അധ്യായങ്ങളും ചാപ്റ്റേഴ്സും ഒക്കെ തിരിഞ്ഞത്. അതുകൊണ്ട് ഗുണവുമുണ്ട്, വളരെ ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനത് മുമ്പോട്ട് വിശദീകരിക്കും. പല തിയോളജീസും ഈ അധ്യായം തിരിച്ചിട്ടാണ് പലരും മനസ്സിലാക്കുന്നത്, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നത്.
ദൈവാനും മനസ്സിലാക്കേണ്ട എപ്പോഴും ആ കോൺടെക്സ്റ്റ് ആണ്, അല്ലാതെ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എനിവേ ഞാൻ മുമ്പോട്ട് പോട്ടെ. അന്നേരം ഈ ഒരു കാര്യം പൗലോസിന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് പൗലോസ് ഈ ഒരു വിഷയം അഡ്രസ് ചെയ്യാനായിട്ട് റോമാലേഖനത്തിലെ എല്ലാ അധ്യായങ്ങളിലും ശ്രമിക്കുന്നുണ്ട്, എല്ലാ ഭാഗങ്ങളിലും ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഞാനതൊന്ന് വിശദീകരിക്കുക. അത് വിശദീകരിക്കുമ്പോൾ ഈ റോമാലേഖനത്തിൽ കൂടി പൗലോസ് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട പ്രാക്ടിക്കൽ ഇഷ്യൂ എന്താണെന്നുള്ളത് മനസ്സിലാവും. തിയോളജിക്കലായിട്ടുള്ള വിഷയം അടുത്തത് വേറെയാണ്. അന്നേരം യഹൂദന്മാരും ജാതികളും എല്ലാ കാര്യത്തിലും, ഇല്ലെങ്കിൽ ദൈവികമായ പദ്ധതിയിൽ എല്ലാത്തിലും ഇവർ ഒരുമിച്ചാണ് എന്നുള്ളത് പറയാനായിട്ട് പൗലോസ് പല കാര്യങ്ങൾ ശ്രമിക്കുന്നു. അത് ഞാൻ വിശദീകരിക്കാം. ആദ്യത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് സുവിശേഷം എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയാണ്, അത് വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനാണെങ്കിലും അത് ജാതീയനാണെങ്കിലും യവനനാണെങ്കിലും അത് രക്ഷയ്ക്കായിട്ട് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് ഈ ലേഖനം ആരംഭിക്കുന്നത്. എന്നിട്ട് പൗലോസ് യഹൂദനും ജാതികളും ഏതൊക്കെ കാര്യത്തിൽ കോമൺ ആണ് എന്നുള്ളത് പൗലോസ് വിശദീകരിക്കും. അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിലും പൗലോസ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് യഹൂദന്മാരും ജാതികളും പാപത്തിന്റെ കാര്യത്തിൽ ഒന്നാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപത്തിന്റെ കീഴിലാണ് എന്നുള്ളതാണ് 1-2 അധ്യായങ്ങളിൽ പൗലോസ് വിശദീകരിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് വിശദീകരിക്കുന്നത് എല്ലാവരും പാപത്തിന്റെ കീഴിലാണ്, എന്നാൽ എല്ലാവർക്കും, യഹൂദനും ജാതിക്കും എല്ലാവർക്കും രക്ഷിക്കപ്പെടാനായിട്ട് ഏകമാർഗമേ ഉള്ളൂ, അത് വിശ്വാസത്താലുള്ള നീതീകരണം. അന്നേരം പാപത്തിൽ ഇവർ ഒരുമിച്ചിട്ടാണ്, ജസ്റ്റിഫിക്കേഷനിൽ ദൈവത്തിന്റെ കൃപയിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണത്തിലും ഇവർ ഒരുമിച്ചിട്ടാണ്. ഇതിൽ വേറെ രണ്ടുപേർക്കും വേറെ മാർഗമില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വിശദീകരിക്കും. നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ വിശ്വാസത്തിന്റെ പിതാവ്, യഹൂദന്മാരുടെയും ജാതികളുടെയും വിശ്വാസത്തിന്റെ പിതാവ്, ഇല്ലെങ്കിൽ നീതീകരണത്തിന്റെ പിതാവ്, നീതീകരണ കാരണമായിട്ടുള്ള വിശ്വാസത്തിന്റെ പിതാവ് അബ്രഹാമാണ്. അബ്രഹാം യഹൂദന്മാരുടെ മാത്രം പിതാവല്ല, അത് ജാതികളുടെയും പിതാവാണ് വിശ്വാസത്താൽ എന്നുള്ളത് നാലാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കും. അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് യഹൂദന്മാരുടെയും ജാതികളുടെയും ഫിസിക്കൽ ഫാദർ, ഇല്ലെങ്കിൽ അവരുടെ ആൻസസ്റ്റർ, അവരുടെ പാപത്തിൽ അവരുടെ ഫാദർ, നീതീകരണത്തിൽ അവർ ക്രിസ്തുവിൽ കൂടി അബ്രഹാമിന്റെ വിശ്വാസത്തിൽ കൂടി നീതീകരിക്കപ്പെടുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ പാപത്തിന്റെ ഒറിജിനായിട്ടുള്ള ഫാദർ അത് ആദമാണെന്നും ആദമിൽ നിന്നും ഏക മനുഷ്യനിൽ നിന്നാണ് എല്ലാവരിലേക്കും പാപം പടരുന്നത് എന്നുള്ളതും അഞ്ചാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കും. ആറാമത്തെ അധ്യായത്തിലും ഏഴാമത്തെ അധ്യായത്തിലും പൗലോസ് വിശദീകരിക്കുന്നത് യഹൂദനും ജാതിക്കും പാപത്തിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും അവർ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ജാതികളാണ് പ്രധാനമായിട്ട് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറയുന്നെങ്കിൽ, യഹൂദനെ പറ്റി പറയുമ്പോൾ പറയാണ് അവർ പാപത്തിൽ നിന്ന് മാത്രമല്ല അവർ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതാണ്. ഏഴാമത്തെ അധ്യായത്തിൽ സബ്ജക്റ്റ് ന്യായപ്രമാണം അനുസരിക്കുന്നവരിലേക്ക് മാറുകയാണ്. എട്ടാമത്തെ അധ്യായത്തിൽ യഹൂദനും ജാതിക്കും ആത്മാവിൽ മാത്രമേ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള കൽപ്പന അനുസരിക്കാൻ കഴിയുകയുള്ളൂ. ന്യായപ്രമാണം, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രമാണം അനുസരിക്കാൻ ആത്മാവിന്റെ ശക്തിയിൽ മാത്രമേ യഹൂദനും ജാതിയും കഴിയുകയുള്ളൂ എന്നുള്ളത് എട്ടാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കും. 8 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിപരമായിട്ടുള്ള സുവിശേഷം, പാപം, നീതീകരണം, ഈ കാര്യങ്ങളെല്ലാം പൗലോസ് വിശദീകരിച്ചിട്ട് 9, 10, 11 അധ്യായങ്ങൾ ഒരു പ്രധാന വിഷയത്തിലേക്കാണ് പൗലോസ് പോകുന്നത്. എന്നാൽ ഈ 9, 10, 11 അധ്യായങ്ങളാണ് ഏറ്റവും കൂടുതൽ റോമാലേഖനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും തെറ്റായിട്ട് പഠിപ്പിക്കുന്നതും തെറ്റായിട്ടുള്ള തിയോളജികൾ ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള അധ്യായങ്ങൾ. ഞാനത് ആ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഞാനത് വിശദീകരിക്കാം, പക്ഷെ വളരെ ചുരുക്കമായിട്ട് ഞാനതിന്റെ കോണ്ടെക്സ്റ്റ് പറയാം. 9, 10, 11 അധ്യായങ്ങളിലാണ് പൗലോസിന്റെ റിയലായിട്ടുള്ള ഉദ്ദേശം അവിടെ വെളിപ്പെടുത്തുന്നത്. പൗലോസ് അവിടെ വിശദീകരിക്കുകയാണ് എങ്ങനെയാണ് ദൈവം യഹൂദനെ തെരഞ്ഞെടുത്തത് എന്നും എങ്ങനെയാണ് ദൈവം ജാതികളെ ദൈവം തെരഞ്ഞെടുത്ത യഹൂദന്മാരോട് ചേർത്ത് ഒരു ശരീരമായി, ഒരു വൃക്ഷമായി, അതിലെ ബ്രാഞ്ചുകളായി ഇവരെ ചേർത്തത് എന്നുള്ളത് 9, 10, 11 അധ്യായങ്ങൾ കൂടി പൗലോസ് വിശദീകരിക്കാം. ഇത് വളരെ വിശദമായിട്ട് വിശദീകരിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 9, 10, 11 അധ്യായങ്ങൾ വരുമ്പോൾ പൗലോസ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സാൽവേഷനെ അല്ല വിശദീകരിക്കുന്നത്, മറിച്ച് കോർപ്പറേറ്റ് ആയിട്ടുള്ള ജാതികളെയും യഹൂദനെയും ദൈവം എങ്ങനെ തെരഞ്ഞെടുത്തു, ദൈവസഭയുടെ ഭാഗമാക്കി എന്നുള്ള ആ കോർപ്പറേറ്റ് ആയിട്ടുള്ള അവരുടെ ജോയിനിങ് ആണ് വിശദീകരിക്കുന്നത്. ഞാനത് മുമ്പോട്ട് ആ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം. പക്ഷെ അതവിടെ ഇൻഡിവിജ്വൽ സാൽവേഷനെ പറ്റി പഠിപ്പിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 8 വരെ പറഞ്ഞിരിക്കുന്ന അധ്യായങ്ങളിലെ പല കാര്യങ്ങളുമായിട്ട് അത് മാച്ച് ചെയ്യാതെ വരും. ഞാനത് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. 12ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അതിന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. യഹൂദനും ജാതിയും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന്റെ ശരീരമായിട്ട് വർക്ക് ചെയ്യുന്നു, ദൈവത്തിന്റെ ജീവനുള്ള ശരീരമായിട്ട് ദൈവസഭയായിട്ട് ഇവർ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യേണ്ടവരാണ് എന്നുള്ളത് 12ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കും. 13ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ അധികാരങ്ങൾക്ക് കീഴടങ്ങുക. നീറോ എന്ന് പറയുന്ന അതിക്രൂരനായിട്ടുള്ളൊരു ഭരണാധികാരിയാണെങ്കിലും ആ ഭരണാധികാരികൾക്ക് എല്ലാവരും കീഴടങ്ങേണ്ടതാണെന്ന് 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 14-ാമത്തെ അധ്യായത്തിൽ വിശ്വാസത്തിൽ ബലഹീനരായിട്ടുള്ള അന്യോന്യം യഹൂദരും ജാതികളും അന്യോന്യമുള്ള ചെറിയ ചെറിയ ഡിഫറൻസുകൾ, ഭക്ഷണം കഴിക്കാമോ ഇല്ലെങ്കിൽ ശബത്ത് ആചരിക്കാമോ, ഇങ്ങനത്തെയുള്ള ദിവസങ്ങൾ ആചരിക്കാമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ അന്യോന്യം വഴക്കുണ്ടാക്കരുത് എന്നുള്ളതും, ചെറിയ ചെറിയ കാര്യങ്ങൾ നെഗ്ലക്ട് ചെയ്യണമെന്നല്ല, അത് വെച്ചിട്ടൊരു പ്രശ്നമുണ്ടാക്കി ഡിവിഷൻ ഉണ്ടാക്കാതെ വിശ്വാസത്തിൽ ബലഹീനായവനെ ചേർത്തുകൊള്ളുക എന്നുള്ളതും പഠിപ്പിക്കുകയാണ്. ഇത് ഇന്നും ആപ്ലിക്കബിൾ ആണ്. ഇന്നും പലപ്പോഴും നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലാണ് വിശ്വാസികളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഭക്ഷണ കാര്യത്തിൽ ആറുകൂടെ ഭക്ഷണം കഴിക്കുക, എപ്പം ഭക്ഷണം കഴിക്കുക, എങ്ങനെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് പലരുടെയും വിഷയങ്ങൾ. അന്നേരം പൗലോസ് അങ്ങനത്തെ കാര്യങ്ങൾ, ഭക്ഷണവും പാനീയവും ഒന്നുമല്ല ദൈവരാജ്യം, ദൈവത്തിന്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് ദൈവരാജ്യം, അതാണ് പ്രധാനം എന്നുള്ളത് പറഞ്ഞ് ഇവരിലുള്ള ചെറിയ ചെറിയ ഡിസ്പ്യൂട്ടുകൾ അത് അന്യോന്യം അത് സഹകരിച്ചു പോകണം എന്നുള്ളത് വിശദീകരിക്കാം. 15-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവുള്ള ഐക്യതയെ പറ്റിയും സുവിശേഷം ജാതികളിലേക്ക് പ്രസംഗിക്കുന്നതിനെ പറ്റിയും പറഞ്ഞതിന് ശേഷം റോം സന്ദർശിക്കാനായിട്ടുള്ള പൗലോസിന്റെ ആഗ്രഹം വീണ്ടും 15-ാമത്തെ അധ്യായത്തിന്റെ അവസാനം വീണ്ടും പൗലോസ് പറയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, ഇത്രയും വലിയ കാര്യങ്ങൾ എഴുതിയതിനു ശേഷം, തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയതിനു ശേഷം, എനിക്ക് നേരിട്ട് വന്ന് നിങ്ങളുടെ സംസാരിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞതിന് ശേഷം 16-ാമത്തെ അധ്യായത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഗ്രീറ്റിംഗ്സ് പൗലോസ് അവരെ അറിയിക്കും. ആ വ്യക്തിപരമായിട്ടുള്ള ഗ്രീറ്റിംഗ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗലോസ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ്. അതിൽ അക്വില, പ്രിസ്കില്ല ഇവരെ പൗലോസ് കൊരിന്ത്യയിൽ വെച്ചിട്ടുണ്ട്. അവർ തിരിച്ച് റോമിൽ വന്നിട്ടുണ്ട്. അവരുടെ വീട്ടിലാണ് സഭ നടക്കുന്നത്. ആ സഭയിലുള്ള ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടുള്ള പേര് പറഞ്ഞ് പൗലോസ് അഡ്രസ് ചെയ്യുകയും അവരുടെ അടുത്തുള്ള ഗ്രീറ്റിംഗ്സ് പറയുകയും ചെയ്യാം. അന്നേരം ഞാൻ പറഞ്ഞത് ഇതാണ് പൗലോസ് റോമാലേഖനത്തിൽ കൂടി അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രാക്ടിക്കൽ ഇഷ്യൂ. ഒരു തിയോളജിക്കൽ ഇഷ്യൂ അല്ല. തിയോളജിക്കലി വലിയ കാര്യങ്ങൾ പൗലോസ് അതിൽ പറയുന്നുണ്ട്. എന്നാൽ ആ പൗലോസിന്റെ മനസ്സിൽ ഉള്ള ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് കൂടി പൗലോസ് പറഞ്ഞ് പോകാനായിട്ട് ആഗ്രഹിക്കുക. ഇതെങ്ങനെയാണ് പൗലോസ് ഈ ലെറ്റർ കൊരിന്ത്യയിലെ റോമിലേക്ക് എത്തിച്ചത്? നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മെയിലിംഗ് സിസ്റ്റം അല്ല. അന്ന് റോമൻ ഇതിൽ ആൾക്കാരാണ്, അവർ ഒഫീഷ്യൽ ആൾക്കാരാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെ ലെറ്റർ അയക്കാനായിട്ട് പൗലോസിന് കഴിയാഞ്ഞുകൊണ്ട് പൗലോസ് കൊരിന്ത്യയിൽ നിന്ന് ലെറ്റർ എഴുതിയിട്ട് ഫേബ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ ഇത് കൊടുത്തിട്ട് അയക്കുകയാണ്. ഏകദേശം 1500 കിലോമീറ്ററോളം ഈ സ്ത്രീ ഈ തുകൽ ചുരുളുകൾ കയ്യിലെടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഇത് 7100 വാക്കുകൾ ഇതിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പൗലോസിന്റെ ഏറ്റവും വലിയ ലെറ്ററാണ്. ആ ഒരു ലെറ്റർ ദൈവം പ്രിസർവ് ചെയ്ത് ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് അത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള റോമാ സഭയിൽ എത്തിക്കുകയും അത് ദൈവം പ്രിസർവ് ചെയ്യുകയും ഇന്ന് ആ ലെറ്റർ നമുക്ക് ലഭിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് അതിപ്രധാനമായിട്ടുള്ള അനേക ആത്മീയ സത്യങ്ങൾ നമുക്ക് ഈ റോമാലേഖനത്തിൽ കൂടി മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് ഞാൻ ഇതാണ് ആദ്യമേ പറഞ്ഞത്, ഇതാണ് ഇതിന്റെ ഒരു ഏകദേശ കോൺസെപ്റ്റ്. ഇതിൽ പല കാര്യങ്ങളും ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ മുമ്പോട്ടുള്ള ബൈബിൾ സ്റ്റഡിയിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ പൗലോസ് എന്താണ് ഈ റോമാലേഖനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന തിയോളജിക്കൽ സബ്ജക്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ഇഷ്യൂ, അവിടെ പ്രാക്ടിക്കൽ അഡ്രസ് ചെയ്യേണ്ട വിഷയവുമുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട പൗലോസ് ഇവരുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്ന തിയോളജിക്കൽ കാര്യം എന്താണ്? എന്തിനാണ് പൗലോസ് ഇത്ര വലിയൊരു ലെറ്റർ എഴുതി താൻ ചെല്ലുന്നതിന് മുമ്പ് ആ സഭയിലേക്ക് അയക്കുന്നത്? കാരണം പൗലോസിന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, അഥവാ തനിക്ക് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ, അഥവാ ആ പോകുന്ന വഴിയിൽ താൻ മരണപ്പെടുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കണമെന്നില്ല എങ്കിൽ പോലും അത് നേരിട്ട് എത്തുന്നതിന് മുമ്പ്, ബാക്കി ഒരു സഭകൾക്കും പൗലോസ് അങ്ങനെ ലെറ്റർ അയച്ചിട്ടില്ല. പൗലോസ് നേരിട്ട് അറിയാവുന്ന സഭകൾക്ക് മാത്രമേ ലെറ്റർ എഴുതാറുള്ളൂ. ഇല്ലെങ്കിൽ പൗലോസിന് സന്ദർശിച്ച സഭകൾക്കാണ്, ഒരിക്കലെങ്കിലും പൗലോസ് സന്ദർശിച്ച സഭകൾക്കാണ്, അല്ലെങ്കിൽ പൗലോസിന്റെ ശിഷ്യന്മാരെ സ്ഥാപിച്ച സഭകൾക്കാണ് പൗലോസ് ലെറ്റർ എഴുതുന്നത്. എന്നാൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സഭയ്ക്ക് എന്തിനാണ് ലെറ്റർ എഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന സുവിശേഷം അത് വ്യക്തമായി റോമാ സഭയിലുള്ളവർ അറിയണമെന്നും അത് അനേക തലമുറകൾ കൈമാറപ്പെടണമെന്നും പൗലോസിന്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമായിരുന്നു പൗലോസ് എഴുതി. കാരണം റോമ ലേഖനത്തിന്റെ മൊത്തത്തിലുള്ള കാര്യത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സുവിശേഷം എന്താണ് എന്നുള്ളതാണ് റോമാലേഖനത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത്. ഇതാണ് പൗലോസ് ആദ്യത്തെ വാക്യങ്ങൾ മുതൽ പറഞ്ഞിരിക്കുന്നത്. താൻ എന്താണ് പറയുന്നത്? ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ് പൗലോസ് അറിയിക്കുന്നത്. ഞാനത് വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് പറയുന്നത്. എന്നാൽ എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ റോമാലേഖനത്തിൽ കൂടി മാത്രമേ നമുക്ക് യഥാർത്ഥ സുവിശേഷം മനസ്സിലാക്കാനായിട്ട് കഴിയൂ. എന്താണ് ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നുള്ള മിക്ക സുവിശേഷകരെന്ന് ഞാൻ പറയുന്നില്ല, പല സുവിശേഷകർക്കും, സുവിശേഷം അറിയിക്കുന്നവർക്കും റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താണെന്ന് നമുക്കറിയില്ല.
ഈ റോമാലേഖനം വ്യക്തമായിട്ട് പഠിച്ചിട്ടല്ല പലരും സുവിശേഷം പറയുന്നത്. അന്നേരം സുവിശേഷം എന്താണെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ റോമാലേഖനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. സുവിശേഷം ഏറ്റവും വ്യക്തമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ക്ലിയർ ആയിട്ടും എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് റോമാലേഖനം. അതിന് ഇന്നത്തെ ഇതിനെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ പോപ്പുലർ സുവിശേഷത്തിന്റെ സബ്ജക്റ്റും അപ്പോസ്തലന്മാർ ആദിമ സഭയിൽ പ്രസംഗിച്ച സുവിശേഷത്തിന്റെ സബ്ജക്റ്റും റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന സുവിശേഷത്തിന്റെ പ്രധാന മെസ്സേജും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ല, അങ്ങനെയാണ് നമ്മൾ ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അത് ഞാനൊന്ന് വിശദീകരിക്കാം. എന്താണ് ഇന്നുള്ള സുവിശേഷ പ്രസംഗങ്ങളുടെ പ്രീഡൊമിനന്റ് മെസ്സേജ്? ഇല്ലെങ്കിൽ അവിശ്വാസികളുടെ അടുത്ത് സുവിശേഷം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി കൺവേ ചെയ്യുന്ന സന്ദേശം എന്താണ്? ഞാൻ നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ അറിയാം. ഞാനിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ സുവിശേഷ യോഗങ്ങൾ എന്ന് പറയുന്നിടത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ബോർഡ് എന്ന് പറയുന്നത് ഇതാണ്: ദൈവം പാപികളെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തു പാപികളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം, നിങ്ങൾക്കത് വീണ്ടും പോയി പരിശോധിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 18-ലധികം സ്ഥലത്ത് അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ചു. കൺസിസ്റ്റന്റ് ആയി പല സ്ഥലങ്ങളിൽ ഇൻഡിവിജ്വലിന്റെ അടുത്ത്, രാജാക്കന്മാരുടെ അടുത്ത്, ജനക്കൂട്ടത്തിന്റെ അടുത്ത്, ജാതികളുടെ അടുത്ത്, യഹൂദന്മാരുടെ അടുത്ത് എല്ലാം ഓൾമോസ്റ്റ് 18 പ്രാവശ്യത്തിലോളം സുവിശേഷം പ്രസംഗിച്ച സന്ദർഭങ്ങളും. എന്നാൽ ഒരിടത്ത് പോലും അവർ ജാതികളുടെ അടുത്ത് ഇല്ലെങ്കിൽ അവിശ്വാസികളുടെ അടുത്ത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടേയില്ല. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാകാം, സ്വാഭാവികമാണ്. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം ഒരു പബ്ലിക് മീറ്റിംഗിൽ ഞാനിത് പറഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് പബ്ലിക് മീറ്റിംഗിലൊക്കെ അങ്ങനത്തെ ഷോക്കിംഗ് കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു സുവിശേഷം പ്രസംഗിച്ച ഒരിടത്തും അപ്പോസ്തലന്മാര് പാപികളുടെ അടുത്ത് പാപികളെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്, പാപികളെ ദൈവം സ്നേഹിക്കുന്നു. അത് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. റോമാലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ അധ്യായത്തിന് ശേഷം പലയിടത്തും എഴുതിയിട്ടുണ്ട് ദൈവം പാപികളെ സ്നേഹിക്കുന്നു. അതൊരു സത്യമാണ്. എന്നാൽ സുവിശേഷം ജാതികളടുത്ത് പ്രസംഗിച്ചപ്പോൾ, പാപികളടുത്ത് പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തലന്മാർ ഡയറക്ട്ലി അവരുടെ അടുത്ത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാനിത് പറഞ്ഞപ്പോൾ അത് വലിയൊരു വിഷയമായി, ഒരു വിവാദ വിഷയമായി. എന്നെ ഒരു രാത്രി 10 മണി തൊട്ട് രാവിലെ 4 മണി വരെ എന്നെ ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാനിത് വീണ്ടും പരിശോധിക്കാന്ന്. ഞാൻ വീണ്ടും പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടെന്ന് മാത്രമല്ല, യേശുക്രിസ്തു ഒരിക്കലും പാപികളത്തെ ഡയറക്ട്ലി ദൈവം പാപികളെ സ്നേഹിക്കുന്നു എന്ന് പ്രസംഗിച്ചിട്ടില്ല. സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. യോഹന്നാൻ സ്നാപകനാണ് ആദ്യം പ്രസംഗിച്ചു തുടങ്ങുന്നത്. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചിട്ടില്ല, അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പിന്നീട് ഇത് പഠിച്ചപ്പോൾ, ഞാൻ ഇവിടെ US വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം 200 വർഷം മുമ്പ് വരെ യഥാർത്ഥ ദൈവദാസന്മാർ സുവിശേഷം പ്രസംഗിച്ചിടത്തൊന്നും അവർ ഇതായിരുന്നില്ല അവരുടെ പ്രീഡൊമിനന്റ് മെസ്സേജ്. അവരുടെ ജാതികളുടെ സുവിശേഷം പറയുമ്പോൾ അതായിരുന്നില്ല അവരുടെ യഥാർത്ഥത്തിലുള്ള സന്ദേശം ജാതികളുടെ. അതായത് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയങ്ങളുണ്ടായി. ഇന്നത്തെ സുവിശേഷത്തിന്റെ ഏറ്റവും കോറായിട്ട് പലരും എടുക്കുന്ന വാക്യം എന്ന് പറയുന്നത് യോഹന്നാൻ 3:16. ദൈവം ലോകത്തെ സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഗോഡ് സോ ലവ് ദ വേൾഡ് എന്നുള്ള ആ വാക്യം ഉണ്ട്. ഞാൻ ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, എന്റെ സബ്ജക്ട് ഇതല്ലാത്തതുകൊണ്ട്. പക്ഷെ മിക്കവർക്കും അറിയത്തില്ല, ആ വാക്യത്തിന്റെ തന്നെ യഥാർത്ഥ അർത്ഥം പലർക്കും അറിയത്തില്ല. അവിടെ അവരുദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല ആ വാക്യം പോലും യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അതൊരു തുടർച്ചയായിട്ടുള്ള വാക്യമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിവേ, ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ ദൈവം പാപികളെ സ്നേഹിക്കുന്നു എന്നുള്ള സന്ദേശം ആയിരുന്നില്ല സുവിശേഷത്തിന്റെ കോർ മെസ്സേജ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അപ്പോൾ പിന്നെ എന്തായിരിക്കും? നേരെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്, എന്താണ് അപ്പോൾ സുവിശേഷത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള സന്ദേശം? ആ സന്ദേശം പൗലോസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇതേ സന്ദേശമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ പൗലോസ് വിശദീകരിക്കുകയാണ്: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായിട്ട് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവാലും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു.
അന്നേരം സുവിശേഷത്തിൽ കൂടി ദൈവം അവിശ്വാസികളുടെ അടുത്ത് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിന്റെ സ്നേഹമാണോ ദൈവം സുവിശേഷത്തിൽ കൂടി അവിശ്വാസികളിലേക്ക് അല്ലെങ്കിൽ പാപികൾക്ക് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്? അല്ല. സുവിശേഷത്തിൽ കൂടി ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ നീതിയാണ്. ഇതാണ് ഞാൻ മുമ്പോട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. റോമാലേഖനത്തിലെ പൗലോസിന്റെ യഥാർത്ഥ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതി എന്നുള്ളത്, റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ആൻഡ് റൈച്ചസ്നെസ് ഫ്രം ഗോഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് പൗലോസ് വിശദീകരിക്കുന്നത്. അന്നേരം സുവിശേഷത്തിന്റെ പ്രീഡൊമിനന്റ് മെസ്സേജ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയാണ്. അന്നേരം നമുക്കിത് മനസ്സിലാകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പറ്റിയും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയും എഴുതുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വാക്യം വേണമെങ്കിൽ നമുക്കൊന്ന് എടുത്ത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയാണ്, യേശു ക്രിസ്തുവാണ്, 16-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപികൾക്ക് ബോധം വരുത്തുന്നത് എന്താണ്, ഇല്ലെങ്കിൽ ലോകത്തിന് ബോധ്യം വരുത്തുന്നത് എന്താണെന്ന് പറയുമ്പോൾ പറയാണ് 8-ാമത്തെ വാക്യം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഇത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ബോധ്യം വരുത്തുന്നതിനെ പറ്റിയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് when he comes he convicts the world concerning sin, righteousness and judgment. അന്നേരം 3 കാര്യങ്ങളാണ് രക്ഷിക്കപ്പെടാത്ത വ്യക്തികളുടെ ബോധ്യം വരുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അത് 1 പാപത്തെക്കുറിച്ചാണ്, 2 റൈച്ചസ്നെസ്സിനെ പറ്റിയാണ്, 3 ന്യായവിധിയെ പറ്റിയാണ്. ഈ 3 കാര്യങ്ങൾ അപ്പോസ്തലന്മാർ അവരുടെ സുവിശേഷ പ്രസംഗങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പാപികളെ പറ്റിയും അവരുടെ പാപത്തെ പറ്റി അവർക്ക് ബോധ്യം വരുത്തി, വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ട് അവരെടുത്ത് ബോധ്യം വരുത്തി, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി നീതീകരിക്കപ്പെടുമെന്നുള്ളത്. അന്നേരം ഈ 3 കാര്യങ്ങളാണ് സുവിശേഷത്തിന്റെ കോർ മെസ്സേജ്. ഈ 3 കാര്യങ്ങളാണ് പൗലോസ് ആദ്യത്തെ 5 അധ്യായങ്ങൾ കൂടി പറയാനായിട്ട്, അല്ലെങ്കിൽ 4 അധ്യായങ്ങൾ കൂടി പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യം. അന്നേരം ഞാൻ പറഞ്ഞത് സുവിശേഷത്തിന്റെ കോർ മെസ്സേജ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സുവിശേഷ പ്രസംഗത്തിന്റെ ബോർഡ് കേട്ടിട്ടുണ്ടോ? ദൈവം പാപിയെ ന്യായം വിധിക്കും എന്നുള്ളത് ബോർഡ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, കാണാൻ സാധ്യതയില്ല. അന്നേരം സുവിശേഷത്തിന്റെ മെസ്സേജ്, കോർ മെസ്സേജ് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. എനിക്കറിയാം ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. നമുക്ക് മുമ്പോട്ടുള്ള വിശദീകരണങ്ങൾ ക്ലാസുകൾ പഠിക്കുമ്പോൾ നമുക്കത് വിശദീകരിക്കാം. അന്നേരം പൗലോസ് റോമാലേഖനത്തിൽ കൂടി ഏറ്റവും പ്രധാനമായിട്ട് ആദ്യത്തെ അധ്യായങ്ങൾ കൂടി പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യം എന്നുള്ളത് ദൈവം നീതിമാനാണ് എന്നും ദൈവം പാപിയെ നീതിയോടെ ന്യായം വിധിക്കുന്നു, ദൈവത്തിന്റെ നീതിയുള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ എല്ലാവരും കണക്കൊടുക്കേണ്ടി വരുമെന്നും, എന്നാൽ ആ നീതിപൂർവമുള്ള വിധിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമുക്ക് ദൈവം ക്രൂശിൽ ഒരു വഴി തുറന്നെന്നും ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടി ഒരുവന് നീതീകരിക്കപ്പെട്ടവനാകാൻ കഴിയും എന്നുള്ളതാണ് ആദ്യത്തെ അധ്യായങ്ങളിലേക്ക് വിശദീകരിക്കുന്നത്. മുമ്പോട്ടുള്ള അധ്യായങ്ങളിലേക്ക് പൗലോസ് വിശദീകരിക്കുന്നത് ഇങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരുവൻ എങ്ങനെ നീതിമാനായി വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞ പോലെ എങ്ങനെ നീതീകരിക്കപ്പെട്ട, ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെട്ട ഒരു പാപിക്ക് എങ്ങനെ നീതിമാനായി ലോകത്തിൽ ജീവിക്കാൻ കഴിയും. ദൈവത്തിന് മുമ്പിൽ നീതിമാനായിട്ട് നിൽക്കുക മാത്രമല്ല, ലോകത്തിൽ എങ്ങനെ നീതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നീതിയുടെ ആയുധങ്ങളായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് റൈച്ചസ്നെസ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയും. ഈ 2 കാര്യങ്ങളാണ് പൗലോസ് മുമ്പോട്ട് പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യം. ഞാനത് മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാനത് കൂടുതലായിട്ട് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചില സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും പോയി പരിശോധിക്കാം. ഞാൻ പറഞ്ഞത് നേരത്തെ ആദ്യമേ അതുകൊണ്ടാണ് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തത്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ സാധാരണ കേൾക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ. അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും അവർ ദൈവം പാപികളെ സ്നേഹിക്കുന്നു എന്ന് പാപികളെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് പ്രസംഗിച്ചിട്ടില്ല? അപ്പോസ്തലനായ പൗലോസ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ, ആദ്യത്തെ അധ്യായങ്ങളിൽ എഴുതുമ്പോൾ എന്തുകൊണ്ട് ദൈവസ്നേഹത്തെ പറ്റി ജാതികളുടെ അടുത്ത് അഡ്രസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ദൈവത്തിന്റെ നീതിയെ പറ്റി പറയുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്, നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾ അത് മുമ്പോട്ട് പോകുമ്പോൾ അത് നമുക്കത് കൂടുതൽ വിശദീകരിക്കാം. ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ ഒരു വാക്യത്തിൽ പോലും പോകാതെ എന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ പറഞ്ഞ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
വളരെ വിശദീകരണം ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പരിശോധിച്ചതിന് ശേഷം പിന്നീട് വന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ വായിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശദീകരിക്കും. താങ്ക് യു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല, പിന്നീട് നിങ്ങൾക്ക് ചോദിച്ചാലും മതി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ക്ലാരിറ്റി വേണ്ടതോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ല എന്നുള്ളൊരു